ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, ഈ ഈശോ ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ എഴുതിയിരുന്നെങ്കിൽ അത് വെക്കാൻ ഈ ഭൂമിക്ക് പോലും ഇട തികയല്ലായിരുന്നേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിക്ക് പോലും ഇട ഇപ്പം ഇവിടെ തന്നെ പുസ്തകം വെച്ച് എന്തേരം പുസ്തകം വെക്കാമെന്ന് ഓർത്ത് നോക്കി. ഭൂമിക്കിടയില്ലെന്ന് പറയുമ്പം എത്ര കോടി 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 നമുക്കത് പറയാൻ അറിയത്തില്ല. എത്ര അതിൽ നിന്ന് ഈ ചുരുക്കിയതാണ്. ഈ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ 22 പേജൊക്കെ ഉള്ളൂ. ഞാൻ ഇന്നലെ എണ്ണി നോക്കി എത്ര പേജുണ്ടെന്ന്. 22 പേജേ ഉള്ളൂ യോഹന്നാന്റെ സുവിശേഷം ഞാൻ വായിക്കുന്ന. അത്രയും പേജിലേക്ക് ഇത് ചുരുക്കണമെങ്കിൽ ഈശോ എത്ര എന്നതാ കോടി കോടി കോടിയിലൊന്നായിട്ട് ചുരുക്കിയതായത്. അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നാലും ഈ 20 എന്നതാ സത്തയുടെ എന്ന് പറഞ്ഞാൽ അങ്ങ് കുറേ 100 വർഷം പറഞ്ഞുകൊണ്ടിരുന്നാലേ അത് എന്നാൽ പോലും ആകത്തില്ലാത്ത രീതിയിൽ സത്തയെ നമുക്ക് ഈ തന്നിരിക്കുന്ന 20 പേജിലോ അല്ല 30 പേജിലോ ഉള്ള ഈ സുവിശേഷമായി. അപ്പം അത് അത്രയും പ്രാധാന്യമുള്ള ഇത്. അതിനകത്ത് ഈ 13, 14, 15, 16, 17 അധ്യായങ്ങൾ മുഴുവനും ഒരു വ്യാഴാഴ്ച വൈകിട്ടത്തെ ഈശോയുടെ പ്രഭാഷണമാണ് അല്ലേ. ഒരു പെസഹ വ്യാഴാഴ്ചത്തെ ഈശോയുടെ പ്രഭാഷണമാണ് ഈ 5 അധ്യായം. കാരണം ഇത്രയും ചുരുക്കിയതിനകത്ത് ഒരു 5 അധ്യായം ഒരു പെസഹ അന്തരീക്ഷത്തിൽ ഈശോ പറയണമെങ്കിൽ ഈശോ ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഈ ഒരു പ്രഭാഷണം നടത്താൻ വന്നല്ലേ നമുക്ക് തോന്നത്തുള്ളൂ. പിന്നെയുള്ളത് മലയിലെ പ്രസംഗമുണ്ട്, പക്ഷെ അത് ഇത്രയും കാണത്തില്ലായിരിക്കും. അത്രയും കൂടുതൽ ഈശോ ഒരു സായാഹ്നത്തിൽ പറഞ്ഞതല്ല, ഒരു സമയത്തേക്ക് ചുരുക്കി പറഞ്ഞിരിക്കുന്ന ഈ ഭാഗമാണെന്ന് ഓർക്കണം. അത്ര അന്നേരം അതിനകത്തെ നമുക്ക് അതിൻ്റെ സത്യം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അത്ര പ്രാധാന്യമുണ്ട് ആ സുവിശേഷത്തിന് മൊത്തം ഈ 5 അധ്യായങ്ങൾക്ക്